എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലൂടെ ദൈവത്തിന്റെ ജീവനുള്ള വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളിലും വെച്ച് അതിശ്രേഷ്ഠവും അത്ഭുതാവഹവുമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ചിന്തകളെയും ഭാവനകളെയും നന്മതിന്മകളെയും തിരിച്ചറിയുവാൻ തക്കതായ കഴിവ് ലഭിക്കത്തക്ക വിധത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കാഴ്ച, കേൾവി, സ്പർശം, രുചി, മണം എന്നീ അനുഭവങ്ങൾ തലച്ചോറിലുള്ള കേന്ദ്ര നാഡീവ്യൂഹത്തെ അറിയിക്കുന്ന ജോലിയാണ് ഇന്ദ്രിയങ്ങൾക്കുള്ളത്. കണ്ണ്, ചെവി, ത്വക്ക്, നാക്ക്, മൂക്ക് എന്നീ 5 അവയവങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണുകൾ പ്രകാശത്തെ സ്വീകരിച്ച് വസ്തുക്കളെ കണ്ട വിവരം തലച്ചോറിലുള്ള കേന്ദ്ര നാഡീവ്യൂഹത്തെ അറിയിക്കുന്നു. അതുപോലെ മറ്റ് ഇന്ദ്രിയങ്ങളും അവയുടെ ജോലി കൃത്യമായി ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ പ്രകൃതിയിലുള്ള വ്യതിയാനങ്ങൾ വരെ അറിഞ്ഞ് അവ കേന്ദ്രത്തെ അറിയിക്കുന്ന ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് എല്ലാ വിധത്തിലുള്ള അറിവും നാം സ്വായത്തമാക്കുന്നത്. അതുപോലെ തന്നെ പാപവും ദൈവിക കോപവും നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. 5 ഇന്ദ്രിയങ്ങളുടെ രാജാവാണ് കണ്ണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പാപത്തിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും വിമുക്തരായി ജീവിക്കുക എന്നതാണ് ദൈവമക്കളുടെ കടമ. കൗശലക്കാരനായ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഏദൻ തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിലെ പഴത്തിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ ഹവ്വായിക്ക് തന്റെ കാതുകളെയോ ആ പഴം കണ്ടപ്പോൾ കണ്ണുകളെയോ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ല. കാണാൻ ഭംഗിയുള്ള പഴമാണ് എന്നും അറിവേകാൻ കഴിയുമെന്നതിൽ അഭികാമ്യവുമാണ് എന്ന് കണ്ട ഹവ്വ ആ പഴം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ആദാമും തിന്നു. സ്വന്തം കാതുകളെയും കണ്ണുകളെയും നിയന്ത്രിക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ടാണ് ഹവ്വായും ആദാമും പാപത്തിലും ദൈവകോപത്തിലും പെട്ട് ദൈവ തേജസ്സിൽ നിന്നകന്ന് ദൈവിക ശാപം സ്വീകരിച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിലേക്ക് വന്ന പൂർവ്വപിതാക്കന്മാരുടെ കൂടെ കൗശലക്കാരനായ സാത്താനും ഭൂമിയിലേക്ക് പ്രവേശിച്ചു. കൗശല വാക്കുകളിലൂടെ സാത്താൻ മാനവകുലത്തെ വീണ്ടും പാപത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്നതിനാണ് യേശുതമ്പുരാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ യേശു നമ്മോട് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അങ്ങനെ സാത്താന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവിക കൃപയ്ക്കനുസരിച്ച് ദൈവരാജ്യത്തിന് യോഗ്യമായ വിധത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പാപത്തിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും വിമുക്തരായി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ ഭാര്യ പോലും മറുത്തു പറഞ്ഞിട്ടും ഇയ്യോബ് തന്റെ കണ്ണുകളുമായി ഉടമ്പടി ചെയ്തിട്ടുള്ള നീതിമാനായതുകൊണ്ട് ദൈവ തേജസ്സിൽ നിന്ന് അകന്ന് പോകാതിരുന്നു. എന്നാൽ ദാവീദ് രാജാവ് തന്റെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് പാപത്തിലേക്ക് വഴുതി വീണതായി നാം വായിക്കുന്നു. യൂദാസിന്റെ കണ്ണുകൾക്ക് പണത്തോടുള്ള ആർത്തി ഉണ്ടായിരുന്നതുകൊണ്ട് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ യേശു തുറന്നപ്പോൾ അവർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ.
പ്രിയമുള്ളവരെ, ഇയ്യോബ് തന്റെ കണ്ണുകൾക്ക് നിയന്ത്രണം വെച്ച് നീതിമാനായി ജീവിച്ചതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി ദൈവകൃപയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.